US ന്യൂക്ലിയർ ട്രൈഡിന്റെ അതായത് US ആണവ ത്രിമൂർത്തികളുടെ ഒരു അവിഭാജ്യ ഘടകമാണ് വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസ്. ശത്രുക്കളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനും ദേശീയ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള വിശ്വസനീയമായ ആണവ പ്രതിരോധ ശേഷി ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഇറാനിലെ ഏറ്റവും സുരക്ഷിതമായ ഫോർഡോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ ആക്രമണം നടത്താൻ അമേരിക്ക തീരുമാനിച്ചപ്പോൾ B-2 ബോംബറുകൾക്ക് മാത്രം വഹിക്കാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായി അവർ കണ്ടത്. യുഎസിന്റെ ആയുധപുരയിലെ ഏറ്റവും ശക്തമായ ആണവ ഇതര ബോംബായ GBU-57 മാസിവ് ഓർഡിനൻസ് പെനിട്രേറ്റർ MOP ബോംബ് B-2 ബോംബറുകൾക്ക് മാത്രമേ വഹിക്കാനും കഴിയൂ. ഈ സ്റ്റെൽത്ത് ബോംബറുകൾ യുഎസിൽ ഒരേയൊരു കേന്ദ്രത്തിൽ മാത്രമാണുള്ളത്, വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസ്. ഈ ബേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായി ഒന്ന് പരിശോധിക്കാം. കാൻസസ് സിറ്റിക്ക് ഏകദേശം 97 കിലോമീറ്റർ തെക്കുകിഴക്കായി പടിഞ്ഞാറൻ മധ്യ മിസോറിയിൽ മരങ്ങൾ നിറഞ്ഞ കുന്നുകൾക്കിടയിലാണ് വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസ് സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ളൊരു സൈനിക സ്ഥാപനമാണിത്. 509th ബോംബ് വിങ്ങിന്റെ ആസ്ഥാനമായ വൈറ്റ്മാൻ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ പ്രവർത്തിപ്പിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക സൈനിക താവളമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന്റെ പരമ്പരാഗതവും ന്യൂക്ലിയർ കോമ്പാക്ട് ഫോഴ്സിന്റെ പ്രധാന ഭാഗവുമാണ് B-2 സ്പിരിറ്റ് ബോംബർ. 509th ബോംബ് വിംഗ് പ്രവർത്തിപ്പിക്കുന്ന B-2 സ്പിരിറ്റ് ബോംബറുകൾക്ക് ആണവായുധങ്ങളും പരമ്പരാഗത ആയുധങ്ങളും വിക്ഷേപിക്കാൻ കഴിയും. ഇത് തന്ത്രപരമായ ബോംബിംഗ് പ്രതിരോധ ദൗത്യങ്ങൾ സമാനതകളില്ലാത്ത ഫ്ലെക്സിബിലിറ്റിയും റീച്ചും നൽകുന്നു. ഈ ഇരട്ട ശേഷി ലോകത്തെവിടെയും അതിവേഗം വ്യോമശക്തി വിനിയോഗിക്കാൻ അമേരിക്കയെ സഹായിക്കുന്നു. 1942 സെഡാലിയ ആർമി എയർഫീൽഡ് എന്ന പേരിലാണ് ഈ ഒരു ബേസ് ആരംഭിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗ്ലൈഡർ പൈലറ്റുമാരുടെ പരിശീലന കേന്ദ്രമായിരുന്നു ഇത്. 1955 രണ്ടാം ലോക മഹായുദ്ധത്തിൽ പേൾ ഹാർബർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദ്യ അമേരിക്കൻ വ്യോമസേനാംഗങ്ങളിൽ ഒരാളായ സെക്കൻഡ് ലെഫ്റ്റനന്റ് ജോർജ് എ വൈറ്റ്മാന്റെ സ്മരണാർത്ഥം ഈ ബേസിന് വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസ് എന്ന പേര് നൽകി. വൈറ്റ്മാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബോംബറുകൾക്ക് ഭീഷണികളോട് വളരെ വേഗത്തിൽ പ്രതികരിക്കാൻ സാധിക്കും. ഇത് അമേരിക്കയെ ആഗോള സൈനിക ശേഷിയുടെ ഒരു നിർണായക ഘടകമാക്കി മാറ്റുന്നു. കൊസോവോയിലെ ഓപ്പറേഷൻ അലൈഡ് ഫോഴ്സ്, അഫ്ഗാനിസ്ഥാന്റെ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന സൈനിക ദൗത്യങ്ങളിൽ വൈറ്റ്മാനിലെ 509th ബോംബ് വിംഗ് പങ്കാളിയായിട്ടുണ്ട്. ഓരോ വിന്യാസവും യൂണിറ്റിന്റെ ദ്രുത പ്രതികരണ ശേഷിയും ആഗോള പോരാട്ട ശേഷിയും തെളിയിച്ചിട്ടുമുണ്ട്. വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിലെ നൂതന സാങ്കേതിക വിദ്യയും പ്രത്യേക ദൗത്യവും US ദേശീയ പ്രതിരോധ തന്ത്രത്തിൽ ഇതിനൊരു പ്രധാന സ്ഥാനം നൽകുന്നു. നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാവുന്നതുമായുള്ള ആഗോള ഭീഷണികളെ നേരിടാൻ ഇത് നിരന്തരമായ സജ്ജീകരണം ഉറപ്പാക്കുന്നു. ഈ കേന്ദ്രം ഏകദേശം 4677 ഏക്കർ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്നു. 3841 ആക്റ്റീവ് ഡ്യൂട്ടി സൈനികരും 3396 മെമ്പേഴ്സ്, 4234 വിരമിച്ച സൈനികരും, 2027 സാധാരണ ജീവനക്കാരും 2320 റിസർവ് ഗാർഡ് അംഗങ്ങളും ഉൾപ്പെടെ ഏകദേശം 15818 പേർ ഇവിടെ താമസിക്കുന്നു. ചുരുക്കത്തിൽ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസ് US സൈനിക ശക്തിയുടെയും ആണവ പ്രതിരോധ തന്ത്രങ്ങളുടെയും ഒരു നിർണായക കേന്ദ്രമാണ്. ഇവിടെയുള്ള B-2 സ്പിരിറ്റ് ബോംബറുകളും GBU-57 പോലുള്ള ആയുധങ്ങളും ലോകത്തെവിടെയും ആഴത്തിലുള്ളതും സുരക്ഷിതവുമായ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ കഴിവിനെ അടിവരയിടുന്നു.